ഭീഷ്മശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ആൻ്റണിയോടും ഡേവിസിനോടും ഒപ്പമാണെങ്കിൽ ഡെയ്സി ആ ഒരു മണ്ണെണ്ണയെ കുളിച്ച് നിൽക്കുന്ന ആ ഒരു വേഷത്തിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് യോഹന്നാൻ്റെ അടുത്ത് ചെല്ലുകയാണ്. മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ ഡെയ്സി ആണെങ്കിൽ തൻ്റെ ആ കഴുത്തിലെ താലി ഇങ്ങനെ വലിച്ചു പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ യോഹന്നാൻ ഇങ്ങനെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി ഇതെൻ്റെ കഴുത്തിലുണ്ടാകില്ല, മനസ്സിൽ ശിവനും എന്നിങ്ങനെ ഉറപ്പിച്ചു പറയുകയാണ്. എന്നിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം യോഹന്നാനും ഡേവിസും ആൻ്റണിയും ഒക്കെ ആ ഒരു വിജയിച്ച രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അവർ ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ അവർ നടക്കുന്നുണ്ട്. ഡെയ്സി കാര്യങ്ങൾ ഒരു പക്ഷേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ശിവൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ശിവനാണെങ്കിൽ ആ ഒരു വിഷ്ണുവിൻ്റെ ഹൃദയം മനസ്സിലുണ്ട് എന്നുള്ള രീതിക്ക് ശാലിനിയോടും അവരോടുമൊക്കെ അടുപ്പം കാണിക്കുന്നത് വെച്ച് മുതലെടുത്ത് അവരവരുടെ കാര്യം നേടുകയും ചെയ്തു. ഡെയ്സിക്ക് ശിവനെ മനസ്സിലാക്കാനും പറ്റില്ല. അങ്ങനെ ആ ഒരു സ്നേഹബന്ധം അവിടെ പാതി വഴിക്ക് വെച്ച് മുറിയുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ശാലിനി അറിയുന്നുണ്ട് ശാരിക പ്രസവിച്ചു, പെൺകുഞ്ഞാണ് എന്നുള്ളതൊക്കെ അറിയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ശാലിനിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം അവിടെ ഹോസ്പിറ്റൽ റൂമിൽ പിന്നെ ശാരികയാണെങ്കിൽ ഇങ്ങനെ റൂമിൽ കട്ടിലെഴുന്നേറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആകെ വിഷമിച്ചാണ് ഇരിക്കുന്നത്, കുഞ്ഞിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞുകൊണ്ട്. ഗോപാലകൃഷ്ണനാണെങ്കിൽ അടുത്ത് ഉണ്ട്, പിന്നെ ശാന്തയും ശ്യാമയും ഒക്കെ ഉണ്ട്. അന്നേരം ശാരിക പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടില്ല, ഞാൻ അതിനെ നശിപ്പിക്കാനും അതിനെ ഇല്ലാതാക്കാനും ഒക്കെ നോക്കിയതിൻ്റെ ഫലമാണ്, അതിൻ്റെ ഒരു ശിക്ഷയാണ് എനിക്ക്, അതുകൊണ്ട് എനിക്കിനി ആ കുഞ്ഞിനെ കിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് ആകെ വിഷമിച്ച് അങ്ങനെ ഒരു അവസ്ഥയിലാണ് കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് എന്നറിഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് കരയുകയാണ്. ഈ സമയത്താണ് ശാലിനി എത്തുന്നത്. അന്നേരം ശാലിനി ആദ്യം ഡോക്ടറെ കാണുന്നുണ്ട്. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, ഇതുവരെ എത്തിയത് തന്നെ ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് കുഞ്ഞിന് ഇങ്ങനെയെങ്കിലും കിട്ടിയത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നേനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ കുറച്ച് അംഗവൈകല്യങ്ങളുള്ള കുട്ടിയായിട്ടാണ് ഈ പെൺകുട്ടി ഇപ്പോൾ ജനിച്ചിരിക്കുന്നത്. അത് കേട്ട് ശാലിനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം ശാന്തയൊക്കെ എടുത്ത് നിൽക്കുന്ന കാണിക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനി ആണെങ്കിൽ ഇങ്ങനെ റൂമിൽ ശാരികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ശാലിനിയെ കാണുമ്പോൾ മോളെന്നും പറഞ്ഞ് ആകെ വിഷമിച്ച് ശാലിനി ഇങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കട്ടിലിരിക്കുന്ന ശാരികയാണെങ്കിൽ ഇങ്ങനെ ശാലിനിയും കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്, ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട്. അത് ശ്യാമയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം ശാരികയ്ക്ക് തൻ്റെ ആ ഒരു തെറ്റുകളൊക്കെ ഇവിടെ മനസ്സിലാവുകയാണ്. അന്നേരം ശാലിനിയോട് ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. ശാലിനി സ്നേഹത്തോടെ തന്നെയാണ്, ഒരു അമ്മയില്ല എന്നുണ്ടെങ്കിലും ആ ഒരു സമാധാനിപ്പിക്കുന്ന ശാലിനിയെ കാണുമ്പോൾ ഒരു ആശ്വാസമൊക്കെ തോന്നുകയാണ് ശാരികയ്ക്ക്. പക്ഷേ ശ്യാമയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി, നേരത്തെ അടി കൊണ്ടതിലും അങ്ങനെയൊക്കെ പറഞ്ഞ് അടി കൊണ്ടതിലും രോഹിത്ത് ദേഷ്യപ്പെട്ട് പറഞ്ഞതിലും ഒക്കെ ആകെ പിന്നെ ദേഷ്യപ്പെട്ട് ശ്യാമ ഇതെല്ലാം അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ അടുത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ശാലിനി ആണെങ്കിൽ ആശ്വസിപ്പിക്കാനൊക്കെ ശാരികയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും അവിടെ ആ ഒരു ഇത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ശാരിക ഇരിക്കുന്ന സീനും കാണിക്കുന്നുണ്ട്. പിന്നീട് അവിടെ ആ വേലായുധൻ്റെ വീട്ടുമുറ്റത്ത് ശിവനാണെങ്കിൽ എന്തൊക്കെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. ഇനി എന്ത് എന്നുള്ള രീതിക്കാണ്. ഡെയ്സി ആണെങ്കിൽ അവിടെ പ്രശ്നമൊക്കെ മതിയാക്കി പോയി, ഇനി പുതിയ പ്രശ്നമായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. ശിവനെ ദ്രോഹിക്കാനായിട്ട് എന്തൊക്കെ പണികൾ നോക്കുമോ അതൊക്കെ നോക്കൂ എന്നുള്ള രീതിക്ക് തന്നെയാണ്. പിന്നെ ആ മഹേന്ദ്രൻ്റെ സീൻ കാണിച്ചിട്ടില്ല, ശിവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം മഹേന്ദ്രൻ്റെ സീനും കാണിച്ചിട്ടില്ല. ഇനി ബാക്കി കഥകൾ എങ്ങോട്ട് പോകും എന്നുള്ളതാണ്. ഇനി ഒരു പക്ഷേ കുഞ്ഞ് ജനിച്ചു വന്നറിയുമ്പോഴും പിന്നെ രാജീവിൻ്റെ വീട്ടുകാരും ഒക്കെ വരുന്ന സീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഇനി എങ്ങനെയാകും എന്നുള്ളതും. ശാരദാമ്മയുടെ കാര്യം അവിടെ അറിഞ്ഞില്ല. ശാരികയ്ക്ക് ഈ ഒരു സമയത്ത് ആശ്വാസമായിട്ട് ശാരദാമ്മ ഉണ്ടാകുമോ എന്താണ് എന്നുള്ളതൊക്കെ വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.